നമസ്കാരം, സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ന്യൂസിലാൻഡിനെതിരെയുള്ള ഏകദിന പരമ്പരയിലെ തോൽവി ടീം ഇന്ത്യക്ക് നൽകുന്ന ആഘാതം ചെറുതല്ല. സ്വന്തം മണ്ണിൽ ന്യൂസിലാൻഡിനെതിരെ 2-1 ഇന്ത്യ പരമ്പര അടിയറവ് വെച്ചത്. ഈ പരമ്പരയ്ക്ക് ശേഷം ടീമിലെ ഏറ്റവും സീനിയർ താരങ്ങളിൽ ഒരാളായ രവീന്ദ്ര ജഡേജയുടെ മോശം ഫോം വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. 2027 ലോകകപ്പിനായുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങാനിരിക്കെ ജഡേജയുടെ മോശം പ്രകടനം ടീം മാനേജ്മെൻറ്റ് ഗൗരവമായി എടുത്തിട്ടുണ്ട്. ഈ പരമ്പരയിലെ ജഡേജയുടെ പ്രകടനം എടുത്തു നോക്കിയാൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും അദ്ദേഹം തീർത്തും നിരാശപ്പെടുത്തിയെന്ന് പറയേണ്ടി വരും. ഒരു പരമ്പരയിലെ മാത്രം മോശം പ്രകടനമല്ല ചർച്ചയാകുന്നത്, മറിച്ച് സമീപകാലത്തായി അദ്ദേഹത്തിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്ന 5 പ്രധാന കാര്യങ്ങളുണ്ട്. ഈ കണക്കുകൾ ജഡേജയുടെ ഏകദിന കരിയറിന് തന്നെ ഭീഷണി ഉയർത്തുന്നതാണ്. ഈ 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് വീഴ്ത്താനുള്ള കഴിവ് കുറയുന്നു എന്നതാണ്. ഒരു ബൗളർ എന്ന നിലയിൽ ജഡേജയുടെ പ്രധാന ജോലി മധ്യ ഓവറുകളിൽ വിക്കറ്റുകൾ വീഴ്ത്തുക എന്നതാണ്. എന്നാൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ കഴിഞ്ഞ പരമ്പരയും ന്യൂസിലാൻഡിനെതിരായ ഈ പരമ്പരയും ചേർത്താൽ അവസാന 6 മത്സരങ്ങളിൽ നിന്ന് ജഡേജ വീഴ്ത്തിയത് ഒരൊറ്റ വിക്കറ്റ് മാത്രമാണ്. ഈ വിക്കറ്റ് എടുക്കാൻ അദ്ദേഹം വഴങ്ങിയ ശരാശരി 298 ആണ് എന്നതാണ് ഞെട്ടിക്കുന്ന കാര്യം. 2025 തുടക്കം മുതൽ നോക്കിയാൽ 13 മത്സരങ്ങളിൽ നിന്ന് 12 വിക്കറ്റ് മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. രണ്ടാമത്തെ കാര്യം ഇക്കണോമി റേറ്റ് ആണ്. വിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും റൺസ് വിട്ടുകൊടുക്കാതെ പിടിച്ചു നിൽക്കാൻ ജഡേജയ്ക്ക് മുമ്പ് സാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതും കൈവിട്ടു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 6.28 ന്യൂസിലാൻഡിനെതിരെ 6.13 അദ്ദേഹത്തിൻ്റെ ഇക്കണോമി റേറ്റ്. 2025 ചാമ്പ്യൻസ് ട്രോഫി സമയത്ത് 4.35 ഇക്കണോമിയിൽ പന്തെറിഞ്ഞിരുന്ന ജഡേജയിൽ നിന്നാണ് ഈ മാറ്റം എന്നത് ശ്രദ്ധേയമാണ്. മൂന്നാമത്തെ വിഷയം ഓവറുകൾ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എന്നതാണ്. ടീമിലെ ഒരു പ്രധാന സ്പിന്നർ എന്ന നിലയിൽ 10 ഓവറുകൾ പൂർത്തിയാക്കുക എന്നത് നിർണായകമാണ്. എന്നാൽ 2025 മുതൽ കളിച്ച 13 മത്സരങ്ങളിൽ 2 തവണ മാത്രമാണ് ജഡേജയ്ക്ക് 10 ഓവർ കോട്ട തികക്കാൻ സാധിച്ചത്. ക്യാപ്റ്റന്മാർക്ക് അദ്ദേഹത്തിലുള്ള വിശ്വാസം കുറയുന്നു എന്നതിൻ്റെ സൂചനയാണിത്. നിർണായകമായ 3-ാം ഏകദിനത്തിൽ 6 ഓവർ മാത്രമാണ് അദ്ദേഹം പന്തെറിഞ്ഞത്. അതിൽ 41 റൺസ് വഴങ്ങുകയും ചെയ്തു. നാലാമതായി, ഒരു ഫിനിഷർ എന്ന നിലയിലുള്ള പരാജയം. ലോവർ ഓർഡറിൽ ഇറങ്ങി റൺ റേറ്റ് ഉയർത്തേണ്ട ജഡേജ പലപ്പോഴും മെല്ലെപ്പോക്ക് ബാറ്റിംഗ് ആണ് നടത്തുന്നത്. മോഡേൺ ക്രിക്കറ്റിൽ ഫിനിഷർ റോളിൽ കളിക്കുന്ന ഒരാളിൽ നിന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്ന പ്രകടനം ഇതല്ല. അഞ്ചാമത്തെയും അവസാനത്തെയും കാര്യം വലിയ സ്കോറുകളുടെ അഭാവമാണ്. ഒരു ബാറ്റർ എന്ന നിലയിൽ ജഡേജ അവസാനമായി ഏകദിന അർദ്ധ സെഞ്ചുറി നേടിയത് 2020 ഡിസംബറിലാണ്, അതും ഓസ്ട്രേലിയക്കെതിരെ കാൻബറയിൽ. ഇന്ത്യയിൽ വെച്ച് അദ്ദേഹം അവസാനമായി ഒരു 50 അടിച്ചത് 2013 എന്നത് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. 5 വർഷത്തിലധികമായി ഒരു 50 പോലും നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അക്സർ പട്ടേൽ പുറത്തിരുന്ന് അവസരത്തിനായി കാത്തു നിൽക്കുമ്പോൾ ജഡേജയുടെ ഈ മോശം കണക്കുകൾ സെലക്ടർമാർക്ക് അവഗണിക്കാനാകില്ല. 2026 ടീം ഇന്ത്യക്ക് മുന്നിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട്. സീനിയോറിറ്റി മാത്രം നോക്കി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ജഡേജയുടെ ഏകദിന കരിയർ അവസാനിക്കുകയാണോ എന്ന ചോദ്യം പ്രസക്തമാണ്. ചുരുക്കത്തിൽ, ജഡേജ ഇന്ത്യൻ ക്രിക്കറ്റിന് നൽകിയ എല്ലാ നേട്ടങ്ങളും സ്മരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഇതാണ് അദ്ദേഹത്തിന് വിരമിക്കാൻ പറ്റിയ സമയം. ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജഡേജയ്ക്ക് ഇനിയും അവസരം നൽകണോ അതോ മാറ്റം അനിവാര്യമാണോ? കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി സമയം മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.